ഹലോ, മിർഷാദ് വി സി വ്ളോഗ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബിഗ് ബോസ് എപ്പിസോഡിന്റെ റിയാക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സീസൺ 7 മൂന്നാമത്തെ എപ്പിസോഡ് ഡേ 2 സ്റ്റാർട്ടിങ് തന്നെ ബിഗ് ബോസ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് എന്താ ഷോ ഒക്കെ തുടങ്ങല്ലേ, നമുക്ക് ടാസ്ക് ഒക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞൊരു നോർമൽ രീതിയിൽ ഒരു ഡയലോഗൊക്കെ പറഞ്ഞ് നമുക്കൊരു പാട്ടൊക്കെ ഇട്ടിട്ട് തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ തുടങ്ങുകയാണ് സ്റ്റാർട്ടിങ് രണ്ടാമത്തെ ഡേ. ഓക്കെ, അപ്പൊ മോർണിംഗില് പാട്ടൊക്കെ വന്ന് എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിച്ചണിലേക്ക് നീങ്ങുന്നു. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ അനീഷിന്റെ പിന്നാലെ നടന്നിട്ട് എന്താണ് ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാകാത്തത്, എന്താണ് ഇങ്ങനെ മാറി നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ചോദ്യം ചെയ്യുക. ആളൊരു വെറുപ്പിക്കലിന്റെ ആശാനാണ്. വെറുപ്പിക്കല് ഫസ്റ്റ് ഡേ തുടങ്ങിയതാണല്ലോ വെറുപ്പിക്കല്. അപ്പൊ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാനോ അത് കേൾക്കാനോ തയ്യാറാകാതെ അവിടുന്ന് മാറി നടന്നു പോവുക, ഇതൊക്കെയാണ് പുള്ളിന്റെ ഒരു ഹോബി. പിന്നെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ പോയിട്ട് വെറുപ്പിക്കുക, അങ്ങനെ വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അനീഷ്. പിന്നെ അതേപോലെ രാവിലെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അത് നമ്മളെ ഇതിലും ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, എപ്പിസോഡിലും ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, പ്ലസ് എപ്പിസോഡിൽ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ രാവിലെ ഇവര് നമ്മളെ അനീഷിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ ആളാർക്കും ഗുഡ് മോർണിംഗ് തിരിച്ചു കൊടുത്തിട്ടില്ല. എല്ലാവർക്കും സുപ്രഭാതം സുപ്രഭാതം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെതിരൊരു സംസാരം നടക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മലയാള ഭാഷനെ അവഹേളിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അനീഷ് എല്ലാവരെയും പറയുന്നത്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിന്ന് അനീഷിനെ അതിന് പ്രതിരോധിക്കുകയാണ്. കാരണം എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ ഗുഡ് മോർണിംഗ് തിരിച്ചു പറഞ്ഞില്ല, അതെന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതിന് ഒരു ചെറിയൊരു സംസാരം നടന്നു രാവിലെ. അതങ്ങനെ കഴിഞ്ഞു. അപ്പൊ അടുത്തതൊരു നാടകം തുടങ്ങാൻ പോവാണ്. നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഷാനവാസ് ആൻഡ് അപ്പാനി ശരത്. അനുവിനെ ഒന്ന് കരയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷെ അതിൽ ലാസ്റ്റ് ഷാനവാസ് ഒറ്റപ്പെട്ടു പോയി. കാരണം സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഷാനവാസ് കൈന്നിട്ടു. അതോടുകൂടി ഷാനവാസ് ഒറ്റക്കായി. അപ്പാനി ശരത്ത് അതിൽ നിന്ന് മെല്ലെ ഊരേണ്ടി വന്നു ലാസ്റ്റ്. അപ്പൊ സംഭവം അപ്പാനി ശരത്തിന് ഒരു കഴുത്തുവേദനയാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ അതിലേക്ക് കയറി വന്നിട്ട് അത് ചേട്ടൻ കടന്നതിന്റെ കുഴപ്പമാവും, അതിന് ആവി പിടിച്ചാൽ മതി അല്ലെങ്കിൽ ചൂട് പിടിച്ചാൽ മതി, അല്ലാതെ മരുന്നൊന്നും കുടിച്ചിട്ട് കാര്യമില്ല, അതിന് ചൂട് പിടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എല്ലാ ഡോക്ടർമാരും അങ്ങനെയല്ല, ചില ഡോക്ടർമാർ വെറുതെ മരുന്ന് എഴുതുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു. അപ്പോ ഷാനവാസ് അത് പിടിച്ച് കയറുകയാണ്. അനുവിനൊന്ന് കരയിപ്പിക്കണം, അതാണ് ഇവരുടെ ലക്ഷ്യം. അതിനെഴുതിയൊരു സ്ക്രിപ്റ്റ് ആണ്. അപ്പോ എന്താണ് ഡോക്ടർമാരെ കുറിച്ച് അങ്ങനെ പറയുന്നത്? ഡോക്ടർമാരെല്ലാരും മോശക്കാരാണോ? നീ പറഞ്ഞത് ഡോക്ടർമാർ പൈസക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്, അത് അനു പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാത്തൊരു കാര്യം ഷാനവാസ് പറഞ്ഞു. അപ്പൊ ഇതിനെല്ലാരും ആൾക്കാർ കൂടിയിട്ട് എല്ലാരും വന്നിട്ട് അനുവിന്റെ നേരെ തിരിയും. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ ഡോക്ടർമാരായ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. വേറൊരു ഡോക്ടർ ഉണ്ടല്ലോ, ഒരു കുട്ടി ഡോക്ടറാണല്ലോ, അപ്പൊ ഞാനും ഡോക്ടറാണ്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് അനു കരയാണ്. കരഞ്ഞ് മെഴുകി തിരിച്ചു പോവാണ്. അപ്പോ ഇതില് അനു കരഞ്ഞു പോകാനുള്ള കാരണം എന്താ വെച്ചാല് അനു പറയുന്നത്, ഞാൻ ഈ പൈസക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർമാരെല്ലാരും ഇരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ ഇത് പറഞ്ഞിട്ടുള്ളൂ, അത് അങ്ങനെയാണ്, പറയാത്ത കാര്യമാണ് ഷാനവാസൊക്കെ പറയുന്നത്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് അനു ആകെ കരഞ്ഞി കൊളാക്കി. അപ്പൊ അനുമോളെ കരച്ചിൽ തീരുന്നില്ല. ഒഴിഞ്ഞു പുറത്തൊരു മൂലയിൽ പോയിരുന്ന് കരയുമ്പോൾ ഷാനവാസ് അങ്ങോട്ട് വരികയാണ്. ഷാനവാസ് വന്നിട്ട് ഷാനവാസിനോട് ചോദിക്കുകയാണ്, ചേട്ടാ നിങ്ങൾ ഇല്ലാത്ത കാര്യമല്ലേ പറഞ്ഞത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് പറയാണ്, നീ ഇത്ര ബോൾഡായ ഒരു കുട്ടി, നീ കരയാൻ പാടുണ്ടോ? നീ കരയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ കരയോന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്, നീ കരയില്ല എന്ന് പറഞ്ഞു വന്നിട്ട് നീ എന്തിനാ കരഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സംഗതി അത് അവിടെ അങ്ങനെ അങ്ങോട്ട് സ്ക്രിപ്റ്റഡ് ആണ്, സംഗതി ഇവർ ചെയ്തതാണ് എന്നുള്ളത് രണ്ടുപേർക്കും ബോധ്യമായി. പക്ഷെ അതില് പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അനു പറയുന്നത്. ഓക്കെ, അപ്പൊ ഷാനവാസ് അനുമോള് പറയാത്തൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് പിന്നെ ബാക്കി ടീമിലുള്ള എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ എല്ലാവരും കൂടി ഷാനവാസിന്റെ നേരെ തിരിഞ്ഞു. അപ്പൊ ഷാനവാസിനെ ചോദ്യം ചെയ്യണം, നീ പറയാത്തത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ലാസ്റ്റ് ഷാനവാസും സമ്മതിക്കുന്നു, അതവിടെ തീരുന്നു. പക്ഷെ പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, എല്ലാവരും വന്നിരിക്കുക എന്ന് പറയുന്നു. എന്നിട്ട് ബിഗ് ബോസിന്റെ കോമഡി അടുത്തത്, നിങ്ങളെല്ലാവരും വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഇപ്പൊ എനിക്ക് സംശയമായി, നിങ്ങൾ ഇന്ന് രാവിലെ ചെയ്തത് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണ്, എന്താണ് നിങ്ങൾ രാവിലെ ചെയ്തതെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല എന്ന് ബിഗ് ബോസ് വലിയ കോമഡി ആയിട്ട് അത് പറയുന്നുണ്ട്. കാരണം ഇവരെ
ആ പരിപാടി കണ്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അതൊരു സ്ക്രിപ്റ്റഡ് ആണ്, അതൊരു പാളിപ്പോയ സ്ക്രിപ്റ്റഡ് പരിപാടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അടുത്തത് മോർണിംഗ് ആക്ടിവിറ്റി വരികയാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവര് രാവിലെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ക്യാപ്റ്റനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ആർക്കും ഗുഡ് മോർണിംഗ് തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ, സുപ്രഭാതം ആണല്ലോ തിരിച്ചു കൊടുത്തത്. അപ്പൊ അത് ആക്ട് ചെയ്ത് കാണിക്കാൻ പറയുന്നുണ്ട് എല്ലാരോടും. അപ്പൊ രാവിലത്തെ സംഭവം റീക്രിയേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോ ക്യാപ്റ്റനായിട്ട് അനീഷിന്റെ സ്ഥാനത്ത് അപ്പാനി ശരത്താണ് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും അപ്പാനി ശരത്തിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അതിന് മറുപടി കൊടുക്കുന്നത്. അപ്പാനി ശരത്ത് കുറച്ച് ഓവറായിട്ട് അത് ആക്ട് ചെയ്ത് കാണിച്ചു. അപ്പൊ അത് അനീഷിന് മനസ്സിലായി ഇത് കുറച്ച് ഓവർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞപ്പോ അനീഷ് അത് ചോദ്യം ചെയ്യാണ്, ഞാൻ ഇത്രക്ക് കാണിച്ചിട്ടില്ല, നീ കുറച്ച് ഓവറായിട്ട് കാണിച്ചു. അപ്പൊ എല്ലാരും കൂടി കൂടിയിട്ട് അനീഷിന്റെ നേരെ തിരിയാണ്. അപ്പൊ ഇത് ഓവറായിട്ട് തോന്നിയിട്ടുണ്ടല്ലോ, അപ്പൊ അതേ കാണിക്കലാണ് ബിഗ് ബോസ് ഈ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കുറച്ച് ഓവറാണ്. ആരും സംസാരിക്കാൻ വന്നാല് ആരും പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അനീഷിന്റെ നേരെ തിരിയുന്നു. അപ്പൊ അടുത്തത് ടാസ്ക് വരാൻ പോവുകയാണ്, പണിപ്പുരയിലേക്കുള്ള ടാസ്ക്. അപ്പൊ പണിപ്പുരയിലാണല്ലോ ഇപ്പോ ഇപ്രാവശ്യം ലക്ഷറി ബഡ്ജറ്റും അതേപോലെ ഇവരുടെ ബാക്കിയുള്ള ഡ്രസ്സുകൾ, ഇവരുടെ സാധനങ്ങളൊക്കെ പണിപ്പുരയിലാണ്. അപ്പൊ അതിലേക്ക് പോകാൻ വേണ്ടി ഇവരുടെ കൂട്ടത്തിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. ആ 2 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടണം ഈ ആള് അവരുടെ സ്വന്തം സാധനങ്ങളല്ല, വീടിന് ആവശ്യപ്പെട്ട സാധനങ്ങളാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളെ 2 ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് തിരഞ്ഞെടുക്കുന്നത് എല്ലാവരും കൂടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്, ഒന്ന് അക്ബറാണ്, 2 ആദില നൂറ. അവർ 2 പേരും ഒരു ടീമാണല്ലോ. അപ്പോ അവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോ ടാസ്കിലേക്ക് പോവുകയാണ്. അങ്ങനെ ടാസ്ക് തുടങ്ങി. ടാസ്കിന് 15 സെക്കൻഡാണ് ഇവർക്ക് നറുക്ക് വീഴുന്നത്. ആ 15 സെക്കൻഡിന്റെ ഉള്ളിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് സാധനങ്ങൾ എടുത്ത് പുറത്തിറങ്ങിയ ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കണം. അത് ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ആ ടാസ്ക് ഫെയിലായി. ഇവര് സാധനങ്ങളൊക്കെ കുറെ എടുത്തു, പക്ഷെ ആ 15 സെക്കൻഡിന്റെ ഉള്ളിൽ പുറത്തിറങ്ങി ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല. അത് ടാസ്ക് ഫെയിലായി. അപ്പൊ അവർക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ടാസ്ക് ഫെയിലായി. അപ്പോ അപ്പാനി ശരത്തും നമ്മളെ അഭിലാഷും ഒക്കെ കൂടിയിട്ട് ഈ ജിസേലിനെ ഒന്ന് പ്രവോക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നടത്താം അവർ പ്ലാൻ ചെയ്യാണ്. അപ്പൊ അപ്പാനി ശരത്ത് പറയും ഓക്കെ തുടക്കം ഞാൻ കുറിക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അവരെന്തോ മേക്കപ്പിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ചെന്നിട്ട് വെറും മേക്കപ്പ് മാത്രം പോരാ, മേക്കപ്പ് ചെയ്യാനല്ലല്ലോ ഈ വീട്ടിലേക്ക് കയറിയത്, ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടണം, ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടുന്നില്ല, വെറുതെ മേക്കപ്പ് ഇട്ട് നടന്നാൽ മതിയോ എന്ന് പറഞ്ഞ് അപ്പാനി ശരത്ത് സ്റ്റാർട്ടിങ് കൊടുക്കുകയാണ്. അപ്പൊ ഇവര് അപ്പാനി ശരത്ത് തുടക്കം കുറിച്ചു. ബാക്കി എല്ലാവരും കൂടി വന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് ജിസൈലിനെ നേരെ തിരിഞ്ഞു. പക്ഷെ ആള് ബിഗ് ബോസ് ഹിന്ദിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇവരെ പോലെ ഇപ്പൊ വന്ന് കയറിയതല്ല, സീരിയലിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് വന്ന് കയറിയ പുതിയ ആൾക്കാരല്ല. അപ്പോ ആൾക്ക് നല്ലോണം അറിയാം എവിടെ എന്തൊക്കെ കൊടുക്കണമെന്ന്. പറഞ്ഞവർക്കൊക്കെ നല്ല കറക്റ്റ് മറുപടി കൊടുത്ത്. അതേപോലെ അനുവും ജിസൈലിന് നേരെ ഒന്ന് കയറാൻ നോക്കി, അതും പാളിപ്പോയി. അടിച്ചു വരുന്ന സമയത്ത് എന്തോ അടിച്ചു വരുന്ന സമയത്ത് ചൂല അങ്ങനെയല്ല പിടിക്കല്, ഒന്ന് കുമ്പിട്ട് ഒന്നും കൂടി കുനിയണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കയറാൻ നോക്കി. അത് കോമഡി രൂപേണ അതിനും ജിസൈല് തക്ക രീതിയിൽ മറുപടി കൊടുത്തു. അപ്പൊ ജിസൈല് കൂട്ടത്തില് ചില്ലറക്കാരി അല്ലാന്ന് കുറച്ചു പേർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. ഓക്കെ, അപ്പൊ അങ്ങനെ ജിസൈലിനായിട്ട് കളി ഒന്ന് കയറാൻ നോക്കി, ആർക്കും വിജയിക്കൂല എന്ന് മനസ്സിലായി. അപ്പൊ അതങ്ങനെ പിന്നെ പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു. അതിന്റെ ഇടയിൽ ജിസയിൽ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് ഞാൻ ഗുണ്ടിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ പറയാൻ പാടില്ല, അത് ഒരു മോശം വാക്കാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി പറ്റൂല, അങ്ങനെയല്ല പറയേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി, ഞാനത് അങ്ങനെ പറഞ്ഞതാണ്, എനിക്കറിയാതെ ഞാൻ ഗുണ്ടി എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് പട്ടികുര, അതായത് നമ്മുടെ ബിന്നിയാണോ ബിൻസി ആ സോഫയിൽ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ പട്ടി കുറച്ചു എണീറ്റു. അപ്പൊ അതിന് പണിഷ്മെന്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഫസ്റ്റ് ആയതുകൊണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ലക്ഷറി ബഡ്ജറ്റിൽ പോയിന്റ് കുറയുക അങ്ങനെയൊക്കെ ആയിരുന്നു, ഇതിൽ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സ്റ്റോർ റൂമിലേക്ക് എന്തോ കുറച്ച് യൂണിഫോം ഒക്കെ വരുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്കുള്ള ഡ്രസ്സ് ആയിട്ടല്ല, അവരുടെ ഡ്രസ്സല്ല, ഒരു യൂണിഫോം രൂപത്തിൽ അതിൽ കുറച്ച് ആൾക്കാർക്കുള്ള യൂണിഫോം ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ധരിച്ച് നമ്മളെ
നെവിനും ഒക്കെ ഒരു കുട്ടികളുടെ യൂണിഫോമാണ് എന്നൊക്കെ പറഞ്ഞു. നെവിനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര അങ്ങോട്ട് ഒന്നും ആവണില്ല. നെവിനൊക്കെ വല്ലാതെ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ഇപ്പത്തെ പോക്ക് കണ്ടിട്ട് ഒരു പവർ പോരാ. പിന്നെ നമ്മളെ ഷാനവാസിക്ക ജസിലിനെ ഉപദേശിക്കുന്നുണ്ട്. ഡ്രസ്സിങ് സെൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഷോർട്സ് ഒക്കെ ഇട്ട് നടക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഷാനവാസ്ക ഒന്ന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അത് ഹിന്ദി ബിഗ് ബോസ് എന്നൊക്കെ കഴിഞ്ഞു വന്ന ഒരാളെയാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കേട്ടൊക്കെ ഇങ്ങനെ എനിക്ക് മനസ്സിലായി, ശരിയാണെന്നൊക്കെ പറഞ്ഞ് ജിസേല് തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ടാണ് ഞാനത് ഇട്ടത്, അതല്ലാതെ വേറെ ഡ്രസ്സില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ നെവിന് മേക്കപ്പിനൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാരെയും കൂടെ ഉണ്ട്. രേണുസുതിന്റെ കൂടെ ഇരുന്നിട്ട് പൗഡറൊക്കെ ആകെ വാരിപ്പുത്തി മേക്കപ്പിലൊക്കെ ആൾ ഉഷാറാണ്. മേക്കപ്പിനെ ഉഷാറുള്ളൂ, അല്ലാതെ വീട്ടിൽ വേണ്ട കാര്യങ്ങൾക്കൊന്നും ഉഷാറായിട്ട് കാണുന്നില്ല. അടുത്തത് കിച്ചണില് ചായ പ്രശ്നം. അപ്പോ അനു ഉണ്ടാക്കിയ ചായ ജിസേലിന് ഇഷ്ടമല്ല. അപ്പൊ ജിസേലിൻ്റെതായ സ്റ്റൈലില് ചായ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ചായ ഉണ്ടാക്കുകയാണ്. എന്നാൽ ചായ ഉണ്ടാക്കാൻ ആൾക്കിട്ട് അറിയില്ല. അപ്പൊ ചായ ഉണ്ടാക്കിയത് തിളക്കുന്നതിന്റെ മുമ്പ് അതിലേക്ക് പൊടി ഇട്ടു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അനുവും ജിസേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് നടക്കുകയാണ് കിച്ചണിൽ. അതങ്ങനെ അതിന്റെ വഴിക്ക് അത് നടക്കുന്നു. കിച്ചണിൽ പിന്നെ എല്ലാ സീസണിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ചായന്റെ പേരിലോ അല്ലെങ്കിൽ ഭക്ഷണം കട്ടെടുത്തു, മറ്റത് മറിച്ചത് ആൾക്ക് തികഞ്ഞില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇതൊരു ചായ പ്രശ്നം, അത് അങ്ങനെ നടക്കുന്നു. അപ്പോ അടുത്ത ടാസ്ക് വരികയാണ്, പൂവഞ്ഞ പുള്ളി പുറത്ത്. അപ്പോ എവിക്ഷൻ പോലെ ഒരു പ്രോസസ്സാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ്. എല്ലാവരും കൂടിയിട്ട് 4 പേരെ ടീമിൽ നിന്ന് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. ഓക്കെ, അപ്പോ വീട്ടിൽ നിൽക്കാൻ യോഗ്യരല്ലാത്ത 4 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടാണ് ടാസ്ക് ഈ ഒരു എവിക്ഷൻ പ്രക്രിയ പോലെ വരുന്നത്. അപ്പൊ അതിന് 4 പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 4 പേര് രാത്രി വീട്ടിലെ ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം പുറത്ത് ഒരു കട്ടില് ഇട്ടിട്ടുണ്ടാവും, ഒരു ഒറ്റ കട്ടില്. ആ ഒരു കട്ടിലില് കിടക്കുന്ന ആൾക്ക് മാത്രമേ, ഈ 4 പേരിൽ ആരാണോ കിടക്കുന്നത് ആ കിടക്കുന്ന ആൾക്ക് മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. ബാക്കിയുള്ള 3 ആളുകൾ ആ കട്ടിലിനെ ചുറ്റും ഇരിക്കുകയോ കിടക്കുകയോ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾക്കോ ആർക്കെങ്കിലും പോയിട്ട് അവിടെ ഒരു ചുമന്ന മാർക്ക് വെച്ചിട്ടുണ്ട്. ആ മാർക്ക് വെച്ചവിടുത്ത് ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾ എടുത്തു കൊണ്ടുപോയി വെച്ചാൽ ആ ആള് വീട്ടിൽ നിന്ന് പുറത്താവും. അങ്ങനെയാണ് ഈ ടാസ്ക് വരുന്നത്. അപ്പോൾ വീട്ടിനകത്തേക്ക് ഈ ടൈമിൽ ഇവർക്ക് കയറാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. കട്ടിലിൽ കിടക്കുന്ന ആൾക്ക് ഉറങ്ങാൻ പറ്റും, ബാക്കിയുള്ള ആൾക്കാർക്ക് ഉറങ്ങാൻ പാടില്ല. അങ്ങനെയാണ് ഈ ഒരു ടാസ്ക് വരുന്നത്. ഓക്കെ, അപ്പൊ 4 പേരെ ഇവർ തെരഞ്ഞെടുത്തു. ഒന്ന് ഷാനവാസ്, ഒന്ന് ബിൻസി, ഒന്ന് ജിസേൽ, ഒന്ന് ശൈത്യ. അങ്ങനെ ഈ 4 പേരാണ് പുറത്ത് കിടക്കാൻ ഇവര് ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും വോട്ട് ചെയ്ത് തീരുമാനിച്ച 4 പേര് ഇവരാണ്. പിന്നെ അതിന്റെ ഇടയിൽ നമ്മളെ രേണു സുധി ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, കാണുന്നില്ല. എവിടെയും ഇവിടെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുന്നുണ്ട് എന്നല്ലാതെ ഒന്നിലും അങ്ങോട്ട് ആക്റ്റീവ് അല്ല. ഇന്നലെ തലവേദന എന്ന് പറഞ്ഞ് കുരച്ച് ചാടി അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്നലെ ഫുള്ള് രേണു സുധി ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. ഈ ഡേ 2 രേണു സുധിനെ കാണുന്നില്ല. അപ്പോ രേണു സുധിക്കൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ നെവിനൊന്ന് ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഒരു ഇട്ടു നോക്കി രേണു സുധിന്റെ മുമ്പിൽ, രേണു സുധി തിരിച്ചു വിട്ടു. അത് അങ്ങനെ ഒരു തമാശ രീതിയിൽ പോയി. പക്ഷെ അത് ഒന്നും കൂടി പ്രൊവോക്ക് ആക്കാൻ വേണ്ടിയിട്ട് നവീൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കി. അതങ്ങനെ കുറച്ചെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രണ്ടാളും കുറച്ചൊന്ന് ചൊറിഞ്ഞ് അതവിടെ തീർന്നു, അത്രേ ഉള്ളൂ. അത് വല്ലാതെ അങ്ങോട്ടൊരു പ്രശ്നത്തിലേക്ക് പോയില്ല. ഒന്ന് ചൊറിയാനും രണ്ടാൾക്കും ഒന്ന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ നോക്കിയതാണ്. പക്ഷെ അത് അത്ര അങ്ങോട്ട് വിജയിച്ചില്ല. നവീൻ ആയതുകൊണ്ട് അത് വിജയിച്ചില്ല, അത് അവിടെ അങ്ങനെ തീർന്നു. അപ്പൊ പണിഷ്മെന്റ് കിട്ടിയ ആൾക്കാർക്ക് പുറത്തു പോകാനുള്ള സമയമായി. വീട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ഒരു കട്ടില് ഇട്ടിട്ടുണ്ട്, അതിന്റെ ചുറ്റും 3 ആളും ഇങ്ങനെ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഒരാൾ കട്ടിൽ നിർബന്ധമായിട്ടും കിടക്കണം, ആ കിടക്കുന്ന ആൾക്കേ ഉറങ്ങാൻ പാടുള്ളൂ, ബാക്കിയുള്ളവര് കട്ടിലിന് ചുറ്റും തന്നെ അടുത്ത് തന്നെ വേണം, വിട്ടുപോകാൻ പാടില്ല, ഉറങ്ങാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഷാനവാസ് കിടന്നൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ വന്ന് എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവര് ഉണർത്തിയിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നുണ്ട്. അപ്പൊ അവനെ എടുത്തു പോകാൻ പറ്റിയിട്ടില്ല.
വീണ്ടും ഷാനവാസ് ഉറങ്ങുന്നുണ്ട്. അത് വീട്ടുകാർ കാണുന്നില്ല. അത് അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. ആ ടാസ്ക് ഒരു വിജയത്തിലേക്ക് എത്തിയില്ല. ഒരാള് ഈ ബിൻസി എന്ന് പറഞ്ഞ ആള് കട്ടിലിൽ കയറി ഉറങ്ങുന്നു. ഷാനവാസ് താഴെ കിടന്നു ഉറങ്ങുന്നു. ബാക്കിയുള്ള രണ്ടുപേരങ്ങനെ നേരം വെളുക്കോളം അവരങ്ങനെ നടന്നും ഇരുന്നും ഒക്കെ അങ്ങനെ പോകുന്നു. അങ്ങനെ ആ ടാസ്ക് അത് ഒരു ദിവസമാണോ ഇനി തുടർന്നും ഉണ്ടാവും? ചിലപ്പോ ഒരു ദിവസം ആവില്ല. ഒരു ദിവസത്തിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബാക്കിയുള്ള ഉറങ്ങുന്ന ആളെടുത്ത് കൊണ്ടുപോയി ആ സ്പോട്ടിലേക്ക് കിടത്താനോ ഒന്നും ആർക്കും പറ്റിയില്ല. ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡ് അത്രേ ഉള്ളൂ. പിന്നെ പ്ലസ്സില് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഗുഡ് മോർണിംഗ് പ്രശ്നം വീണ്ടും പ്ലസ്സിൽ കാണിക്കുന്നുണ്ട്. അതായത് ക്യാപ്റ്റനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ അതിന് സുപ്രഭാതം പറഞ്ഞത്, അതിന്റെയൊക്കെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്നത് പ്ലസ്സിലാണ്. എപ്പിസോഡ് കണ്ടവർക്ക് എന്താണ് ഇത് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. പ്ലസ്സിൽ കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അനുമോൾ എന്തോ ജിസേലിന്റെ മൈക്ക് മാറിയെടുത്തു എന്നോ അതിന് അങ്ങനെ ചോദ്യം ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് അക്ബർ ഒന്ന് കയറാൻ നോക്കി. പക്ഷെ അത് അങ്ങനെ വലിയൊരു സംസാരത്തിലേക്ക് എത്താതെ അതവിടെ തീർന്നു. പിന്നെ ഓരോരുത്തർ ഓരോരോ പെർഫോമൻസ് ഇങ്ങനെ ചെയ്യാണ്. അക്ബർ പാട്ട് പാടുന്നു, അതിന് റാമ്പ് ബാക്ക് ചെയ്തിട്ട് നമ്മളെ ജിസൈൽ വരുന്നു. പിന്നെ അതേപോലെ നമ്മുടെ എന്താണ് നെവിൻ ഒരു പെർഫോമൻസ് ചെയ്യാൻ നോക്കുന്നു. അന്യൻ അമ്പി അത് പാളിപ്പോകുന്നു. പിന്നെ അടുത്തത് അഭിലാഷിന്റെ ഒരു ഡാൻസ്. അക്ബർ ഒരു പാട്ട് പാടിയിട്ട് അഭിലാഷ് ഒരു ഡാൻസ് കളിക്കുന്നു. അത് നല്ല അടിപൊളിയായി. അഭിലാഷ് നല്ല കഴിവുള്ള നല്ലൊരു ഡാൻസർ ആണല്ലോ. അപ്പൊ അത് നല്ല ഉഷാറായിട്ട് നല്ല ഒരു ഡാൻസ് കളിച്ചു. നമ്മളെ കലാഭവൻ സരിക പാട്ട് പാടുന്നു. നമ്മളെ ജാനകി അമ്മയുടെ സൗണ്ടിൽ ഒരു പാട്ടൊക്കെ പാടുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്ത് കെട്ടിപ്പിടിച്ച് നല്ല ഉഷാറായിരുന്നു. പിന്നെ എല്ലാ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ സരിക അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ജാനകിയുടെ സൗണ്ടിൽ പാട്ട് പാടുന്നത്. അത് അറിയുന്നൊരു കഴിവുള്ള കലാകാരിയാണല്ലോ. അപ്പൊ അതും നല്ല ഉഷാറായി. പിന്നെ അടുത്തത് നമ്മളെ ഷാരികന്റെ ഒരു ഇന്റർവ്യൂവർ ആണല്ലോ. ഹോട്ട് സീറ്റിലിരുത്തി ആളുകളെ വട്ടം കറക്കുന്ന ഒരു ഇന്റർവ്യൂവർ ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇത് കാണിക്കുകയാണ്. അപ്പൊ അതിന് നമ്മളെ ആര്യനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഷാരിക നല്ല അവളുടെ ഇന്റർവ്യൂവിൽ വരുന്ന പോലെ തന്നെ താങ്കളുടെ പടങ്ങളൊന്നും എന്താണ്, ഞാൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ, താങ്കൾക്ക് പടങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ല സാധാരണ ഇന്റർവ്യൂവിൽ ചെയ്യുന്ന പോലെ ഒന്ന് കുത്തി കുത്തി ചോദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് ഇന്റർവ്യൂവിൽ വരുന്ന പോലെ തന്നെ ഏകദേശം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഷാരിക അതിൽ വിജയിച്ചു. പിന്നെ ഷാരികനെ അനീഷ് ചോദ്യം ചെയ്യാണ്. നിങ്ങൾ എന്താണ് അങ്ങനെ അനീഷിന്റെ പടം കണ്ടിട്ടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇതൊരു ടാസ്ക് അല്ലേ? ഇത് ഒരു ശരിക്കുള്ള ഇന്റർവ്യൂ അല്ലേ? ഇതൊരു ടാസ്ക് പോലെ ചെയ്യല്ലേ? അപ്പൊ അതും ഇയാള് അതിനും സ്ക്രീൻ പേസ് എടുക്കാൻ വേണ്ടിയിട്ട് അനീഷ് ഷാരികനെ ചോദ്യം ചെയ്യാണ്. നിങ്ങൾ ആര്യന്റെ പടം കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ മോശമല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാവരും കൂടിയിട്ട് അനീഷിന്റെ നേരെ തിരിയാണ്. ഇതൊരു ടാസ്ക് ആണ്, അല്ലാതെ ഇതൊരു ഒറിജിനൽ ഇന്റർവ്യൂ അല്ല എന്ന് പറഞ്ഞ് ആളെ നേരെ തിരി. എല്ലായിടത്തും എവിടെയാണോ സ്പേസ് കിട്ടുന്നത് അവിടെയൊക്കെ വെറുപ്പിക്കലാണ് ഈ അനീഷിന്റെ മെയിൻ പരിപാടി. പിന്നെ അടുത്തത് ജിസേലും അനുവും തമ്മിലുള്ള രാവിലത്തെ പ്രശ്നം പറഞ്ഞ് സോൾവ് ആയി. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ക്ലിയർ ആക്കി ലാസ്റ്റ് ഒരു അഗ്ഗൊക്കെ കൊടുത്ത് അവര് പ്രശ്നം സോൾവ് ആക്കുന്നു. ഓക്കെ, പിന്നെ അതേപോലെ രാവിലെ ഒരു 5 മണിക്ക് അവിടെ മറ്റേ ടാസ്ക് അവിടെ പുറത്ത് നടക്കുന്നുണ്ട്. ഉറങ്ങാൻ പാടില്ല, ഒരാൾ കട്ടിലിൽ കിടക്കുന്നുണ്ട്, അതവിടെ നടക്കുന്നുണ്ട്. പക്ഷെ റൂമിലുള്ള ആൾക്കാർ, ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അതില് ഉണർന്നിരിക്കുന്നത് നമ്മുടെ അക്ബർ, അപ്പാനി ശരത്ത് ഉണർന്നിരിക്കുമ്പോ അവിടെ സരിക വന്നിട്ട് ഇവരോട് സംസാരിക്കണം. അപ്പൊ ഇവര് തമ്മിൽ എന്തോ സംസാരിക്കുന്നത് കേട്ട് നമ്മൾ അനീഷ് തല പൊങ്ങിയിട്ട് ചോദ്യം ചെയ്യാണ് ഇവരെ. എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇവിടെ ആളുകൾക്ക് ഉറങ്ങണം, അങ്ങനെ ഇങ്ങനെ. അപ്പൊ അതിന് അപ്പാനി ശരത്തും അക്ബറും നല്ല രീതിയിൽ കൊടുത്തു. നിനക്ക് ഉറങ്ങണമെങ്കിൽ നീ പുറത്തു പോയി കിടന്നുറങ്ങിക്കോ, അവിടെ ടാസ്ക് നടക്കുന്നുണ്ട്, ടാസ്ക് നടക്കുമ്പോൾ നീ കിടന്നുറങ്ങണം, അങ്ങനെ എങ്ങനെ എന്നൊക്കെ ചോദിച്ച്. നിങ്ങൾക്ക് പിന്നെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലക്കാതെ പോയി പുറത്ത് കിടക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷിന്റെ വായ അവര് രണ്ടുപേരും കൂടിയിട്ട് അടപ്പിക്കുന്നുണ്ട്. അനീഷ് മെല്ലെ പുറത്തു കൂടി കിടന്നുറങ്ങും. അപ്പൊ അതാണ് പ്ലസ്സിൽ എപ്പിസോഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡേ 2 വിശേഷങ്ങൾ. അപ്പൊ നമുക്കിനി അടുത്ത എപ്പിസോഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. ഓക്കെ, ബൈ.